1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. മത്സ്യവിപണിയിലെ രാജാവ് മത്തി കീഴടങ്ങി. കിലോക്ക് 400 വരെ വിലയുണ്ടായിരുന്ന മത്തിക്ക് വില കുത്തനെ കുറഞ്ഞു. നാട്ടിൻപുറത്തും കവലകളിലും മത്തി സുലഭമായി. റിപ്പോർട്ടർ സാജിദ് ഒതായി പകർത്തിയ കാഴ്ചകൾ കാണാം. അടുത്ത കാലത്ത് സംസ്ഥാനത്ത് മത്സ്യവിപണിയിൽ രാജാവായിരുന്നു മത്തി. മലയാളിയുടെ തീൻമേശയിലെ അതിഥി വിഭവമായിരുന്ന മത്സ്യയിനങ്ങളിൽപ്പെട്ട ഐക്കോറ, ആവോലി തുടങ്ങിയ മത്സ്യവിഭാഗത്തിൽ കിടപിടിക്കുന്ന രീതിയിലായിരുന്നു മത്തിയുടെ വില. പൊന്നിൻ വിലയുടെ തിളക്കത്തിലായിരുന്നു മത്തി. എന്നാൽ ഇന്ന് മത്തിയുടെ ലഭ്യത സുലഭമാണ്. അങ്ങാടികളിൽ തുടങ്ങി കവലകളിൽ വരെ മത്തി കച്ചവടക്കാർ ധാരാളമാണ്. സാധാരണക്കാർക്ക് പോലും ആവശ്യത്തിലധികം വാങ്ങാവുന്ന രീതിയിലാണ് നിലവിൽ മത്തിയുടെ വില. നിരവധി മത്തി കച്ചവടക്കാരാണ് ഇതിനകം കവലകളിൽ വിൽപ്പന നടത്തിവരുന്നത്. എടവണ്ണ മേഖലയിലും ഒട്ടും കുറവല്ല. കടപ്പുറങ്ങളിൽ മാത്രം കണ്ടുവരുന്ന മത്തിച്ചാകര എടവണ്ണയിലെ കവലകളിലും മീൻചന്തകളിലും കാണാം. മത്തിയുടെ ലഭ്യത കൂടിയതോടെ മത്തി കച്ചവടക്കാരുടെ എണ്ണവും കൂടി. പലയിടങ്ങളും മത്തിമുക്കുകളായി മാറി. താനൂർ, പൊന്നാനി, പരപ്പനങ്ങാടി ഭാഗങ്ങളിൽ നിന്നാണ് അധികവും വരുന്നത്. ഓട്ടോ ഗുഡ്സുകളിലാണ് അധികവും വിൽപ്പനയും. തോണിക്കാരിൽ നിന്നും നേരിട്ട് വാങ്ങുന്നതിനാൽ ഫ്രഷായി തന്നെ കഴിക്കാമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. 4 കിലോ 100 രൂപയ്ക്ക് വിറ്റ ദിവസങ്ങൾ വരെയുണ്ടെന്ന് മത്സ്യക്കച്ചവടക്കാരൻ അബ്ദുൽ അസീസ് പറഞ്ഞു. മോനെ, മത്തിക്ക് 4 മാസം മുമ്പ് 350-400 റുപ്യ സ്വർണത്തിന്റെ വിലയായിരുന്നു. ഇപ്പോഴാണ് ഈ മത്തിക്ക് വില കുറഞ്ഞത്. അത് കുതിരത്തുകൊണ്ട് പരപ്പനങ്ങാടിയും താനൂരിന്റെയും ഇടയിലുള്ള മത്തിയാണിത്. വേറെ എവിടെ അങ്ങനെ കാര്യമായിട്ട് മത്തിയൊന്നുമില്ല, പണിയുമില്ല. ഈ മത്തി ഉണ്ടായതുകൊണ്ട് ഒരു 10,000-കണക്കിന് ആൾക്കാർ ജീവിച്ചു പോകുന്നുണ്ട്. ഒരാഴ്ചയും കൂടി, 1-2 ആഴ്ചയും കൂടി ഇതിങ്ങനെ നിലനിന്ന് പോകും. പിന്നീട് ഇതിനൊക്കെ വില കൂടും. അപ്പോൾ ഇന്ന് ഈ മത്തിക്ക് ഇവിടുന്ന് നമ്മൾ 2 കിലോ 100 വിറ്റിട്ടുണ്ട്, 3 കിലോ 100 വിറ്റിട്ടുണ്ട്, തെറ്റിയ 4 കിലോ 100 വിറ്റിട്ടുണ്ട്. ഒക്കെ പരപ്പനങ്ങാടി മത്തി തന്നെയാണ്. വേറെ എവിടെയും കാര്യമായിട്ട് പണിയുമില്ല, ഒന്നുമില്ല. മെയിനായിട്ട് എന്തോ അള്ളാഹിൻ്റെ കുതിരത്താണ് പരപ്പനങ്ങാടി താനൂരിൻ്റെ അടിയിലെ കടലിൽ ഈ മത്തി ഇപ്പോൾ 2-3 മാസമായി അങ്ങനെ കിടക്കുന്നു. ഇനിയും എനിക്കൊന്നും എന്തായാലും 1-2 ആഴ്ചയും കൂടി ഇതിനെ കണ്ടിന്യൂ പോകാൻ നല്ല ചാൻസ് ഉണ്ട്. ഇത്തരത്തിലുള്ള മത്സ്യവിൽപ്പന കേന്ദ്രീകരിച്ചുള്ള സാമൂഹിക മാധ്യമ കൂട്ടായ്മകളും രൂപം കൊണ്ടിട്ടുണ്ട്. തോണി മീനുകൾ, ഡെയിലി ഫ്രഷ്, ബേപ്പൂർ മീൻ തുടങ്ങിയ വിവിധ പേരുകളിലാണ് ഇവ അറിയപ്പെടുന്നത്. മത്തിയുടെ ലഭ്യത വിപുലമായതോടെ ആളുകൾക്ക് മടുത്തു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ നിലവിലെ വിലക്കുറവും ലഭ്യതയും 1-2 ആഴ്ചകൾ കൂടി ഉണ്ടാവുകയുള്ളൂ എന്ന് അബ്ദുൽ അസീസ് പറഞ്ഞു. ഈസ്റ്റ് ലൈവ്, എടവണ്ണ.